ഗൈസ്, ഇവിടെ ഒരാള് 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് എല്ലാം കിട്ടിയതിന്റെ എക്സൈറ്റ്മെന്റിൽ ഇരിക്കുകയാണ്. ദാണ്ടിത് വാങ്ങിച്ചോണ്ട് വന്നതേ ഉള്ളൂ. വന്ന വഴിക്ക് ഇരുന്ന് നോക്കുകയാണേ. 9ാം ക്ലാസ്സിലെ പരീക്ഷ എല്ലാം കഴിഞ്ഞു. എല്ലാം നന്നായിട്ട് എഴുതി എന്നൊക്കെയാ പറഞ്ഞത്. ഇപ്പം 2 ദിവസത്തേക്ക് മാർക്കൊക്കെ കിട്ടും. പിന്നെ അടുത്ത തിങ്കളാഴ്ച മുതല് 10ാം ക്ലാസ് തുടങ്ങുകയാണ്. അപ്പൊ രണ്ടൊക്കെ ക്ലാസ്സിലോട്ട് കയറിയതും പറഞ്ഞ് ടെൻഷനുണ്ടോ ലച്ചു നിനക്ക് 10ാം ക്ലാസ്സിലോട്ട് പോകുന്നതിന്? ടെൻഷന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ തൊട്ട് ഇഷ്ടം പോലെ ടൈം ഉണ്ട് പഠിക്കാനായിട്ട്. അങ്ങ് പഠിക്കുക, അന്നെന്നുള്ളത് അന്നങ്ങ് പഠിക്കുക. ചുറ്റിനുള്ള ആൾക്കാർ മൊത്തം പറഞ്ഞ പോലെ 10 വലിയ കാര്യമാണ്, 10 മാർക്ക് വാങ്ങിച്ചില്ലെങ്കിൽ ജീവിതം തൊലഞ്ഞു പോകും എന്നൊക്കെയാ പറയുന്നത്. അങ്ങനെ തൊലഞ്ഞു പോകുന്നൊന്നുമല്ല. നമ്മുടെ ഇത്രയും LKG മുതൽ പഠിച്ചു വരുന്നതിന്റെ റിസൾട്ട് നമ്മൾ നല്ലൊരു റിസൾട്ട് കാണുന്നത് നമ്മൾ 10ാം ക്ലാസ്സിലാണ്. അത് നിങ്ങളത് വാങ്ങിക്കണം. അതിനല്ലേ നമ്മൾ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത് മൊത്തം. അപ്പം പുസ്തകമൊക്കെ എങ്ങനെയുണ്ട് നോക്കിയിട്ട്, മാത്സ് ഒക്കെ എങ്ങനെയുണ്ട്? കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഭയങ്കര ടഫായിരുന്നു 9ാം ക്ലാസ്. അപ്പം പൊതുവേ CBSEയിലാണ്. CBSEക്കാർ ഇങ്ങനെ പറയാറുണ്ട് 9ാം ക്ലാസ്സാണ് ഏറ്റവും ടഫ്, 10ാം ക്ലാസ് വലിയ കുഴപ്പമില്ല എന്നൊക്കെയാണ് പറയുന്നത്. 9ാം ക്ലാസ്സിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് 9ാം ക്ലാസ് ഭയങ്കര എളുപ്പമായിട്ട് തോന്നി. അത്ര എളുപ്പമായിരുന്നു. അപ്പൊ ഇത് മാത്സ് ഒക്കെ നോക്കിയിട്ട് എങ്ങനെയുണ്ട്? എല്ലാം എങ്ങനെയുണ്ട്? എനിക്ക് 10 ഭയങ്കര പാടായിട്ട് തോന്നുന്നു. 10 പാടായിട്ട് തോന്നുന്നു. പഠിച്ചു തുടങ്ങിയല്ലേ, പുസ്തകം കണ്ടല്ലേ ഉള്ളു. സിമ്പിൾ ആയിരുന്നു പറഞ്ഞപ്പോ എനിക്ക് 8 ഭയങ്കര പാടായിരുന്നു. 9 എളുപ്പമെന്ന് പറഞ്ഞു, 9 പാടെന്ന് പറഞ്ഞപ്പോ എനിക്കത് കുഴപ്പമില്ലായിരുന്നു. 10 എളുപ്പമെന്ന് പറയുന്നത്. എന്തായാലും പഠിച്ചു തുടങ്ങുമ്പോ അറിയാം. എല്ലാം കിട്ടിയോ ടെക്സ്റ്റ്? ഇനി സ്കൂളിൽ നിന്ന് വല്ലതും കാണും. ഇതിനടിക്ക് അകത്തുണ്ട് ഇനിയില്ലയോ? അപ്പൊ അടുത്ത ആഴ്ച മുതൽ 10ാം ക്ലാസ്സിലോട്ട് പോകുന്ന ലച്ചുവിനെ എല്ലാവരും ഒന്ന് ആശീർവദിക്കണം, അനുഗ്രഹിക്കണം കേട്ടോ. അപ്പൊ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്കും കമന്റും ഒക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.